എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പബ്ലിക് ഒപ്പീനിയൻ്റെ വീഡിയോ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഉത്തരം പറയാമോ? നമ്മുടെ പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാതെ പുറം നാട്ടിലോട്ട് ജോലി തേടി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള കൂലിയില്ല, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ജോലിയും കുറവാണ് ഇവിടെ, അതാണ് പുതിയ തലമുറ ഇത് കണ്ടെത്തി പുറത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. എവിടാണ് സ്ഥലം? ആലപ്പുഴ തന്നെയാണ്. ഞാനപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് പോവാണ്, ഉത്തരം പറയാമോ? നമ്മുടെ പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാതെ അവരിപ്പോൾ കൂടുതലും വിദേശ രാജ്യങ്ങളിലോട്ടാണ് ജോലി തേടി പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അവർ നമ്മുടെ നാട് ചൂസ് ചെയ്യാതെ ഇങ്ങനെ പുറം നാടുകൾ തേടി പോകുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണ്, നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 വർഷം പുറത്തു പോയി ജോലിക്ക് പോയതാണ്, വീട്ടിൽ പോയി ജോലി എടുത്ത് വന്നു. ഇവിടെ ആകുമ്പോൾ എൻ്റെ മക്കളെയും കണ്ട് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ്. അപ്പോൾ പുറം നാട്ടിൽ പോയി ജോലി ചെയ്യുന്നതല്ല, നാട്ടിൽ ജോലി ചെയ്യുന്നതാണ് കൂടുതലും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലമുറ എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ പൈസയുടെ ആ ഒരു പൈസയുടെ നമുക്ക് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടാൽ നമുക്ക് പൈസ കയ്യിൽ കാണത്തില്ല. പുറത്താകുമ്പോഴേക്കും നമുക്കതൊരു മാസം കിട്ടുമ്പോൾ അതൊരു ഇതായിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ എത്ര സൂക്ഷിക്കണമെന്ന് വെച്ചാലും അത് നടക്കത്തില്ല. നമ്മൾ അവിടെ പുറത്ത് പോയി കഷ്ടപ്പെടുമ്പോൾ ആ പൈസ നമുക്ക് അത് കാര്യങ്ങൾ അങ്ങനെ പറ്റും. എൻ്റെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ചേച്ചി അത്ര നാൾ വർക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? നമ്മുടെ ഈ നാട് 2 വർഷത്തോളം നിന്ന നാടാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത്. എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് നമ്മുടെ നാടാണ്. ഞങ്ങൾ 2 വർഷം പോയി കഷ്ടപ്പെടുന്ന വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. വീടിനകത്തുള്ള ജോലിയായിരുന്നു. പുറം ലോകം കാണുന്നത് ഞങ്ങൾ വരാൻ നേരമാണ്. അത് പറഞ്ഞാൽ വീടിന് കുഴപ്പമുണ്ടായിട്ടില്ല, അവർ പുറത്തോട്ടൊന്നും കൊണ്ടുപോകത്തില്ല, ഈ അകത്ത് കിടന്നുള്ള. പേരെന്ന് പറയാമോ? ഒരു നമ്മളെ ചാനലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. എൻ്റെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാതെ കൂടുതലും പുറം നാട്ടിലോട്ട് ജോലി നേടി പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ വിദേശ രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നത്? നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കൂടുതൽ പൈസ കിട്ടാനും വേണ്ടിയാണ് അവർ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നത്, വിദേശത്തേക്കും പോകുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ അവർ പൈസ കൂടുതൽ മോഹിച്ചിട്ടാണ് അങ്ങോട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ നമ്മളെ സാധാരണ ഉപജീവിത മാർഗം കഴിക്കാനാണെങ്കിൽ നമ്മളെ സ്ഥലം തന്നെ, കേരളം തന്നെ ഏറ്റവും ബെസ്റ്റ്. പിന്നെ വേറെ തൊഴിലില്ലായ്മത്തും കൂടുതലും വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഉയർന്നിരിക്കുന്നത് നമ്മുടെ കേരളമാണ്. അതിനിപ്പം ഇപ്പോഴത്തെ നമ്മളെ സർക്കാർ ഇപ്പം അതിനുള്ള സംവിധാനം ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. തൊഴിൽ മേളയെന്ന് പറ്റി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെച്ചിട്ടുണ്ട്. സാധാരണ ഇപ്പം നമ്മളെ SLC പാസ്സായവർ ചെറിയൊരു ഒരുപാട് പേരുണ്ട്. ഇപ്പം SLC നിന്നിട്ടും മറ്റുള്ള രീതിയിൽ പഠിക്കാതെ പോകാതെ തന്നെ ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ജോലി ഇപ്പോൾ നമ്മളെ ഈ സർക്കാർ ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ തൊഴിൽ മേഖല വെച്ചിട്ട് അവർക്കുള്ള തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ സാമ്പത്തികം വേണമെന്നുള്ള രീതിയിലാണ് മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ വലിയ കമ്പനികൾ കുറവാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലെ സംബന്ധിച്ചുള്ള ഒരുപാട് കമ്പനികളുണ്ട്, അതാണ് അവരെ കൂടുതൽ ആശ്രയിക്കുന്നത്. നമ്മളെ ഇവിടെ എന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യമില്ല, വലിയ വലിയ കമ്പനികളില്ല. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, മറ്റുള്ള നോർത്ത് ഇന്ത്യയിലെല്ലാം പല സ്ഥലങ്ങളിലുമുണ്ട്. ഞാനും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വർക്ക്. പേരെന്ന് പറയാമോ? നമ്മുടെ പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാതെ അവർ വിദേശ രാജ്യങ്ങളിലോട്ട് ജോലിക്കായിട്ട് പോവുകയാണ്. എന്തായിരിക്കും അവർ അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്താണ്, നമ്മുടെ നാടാണോ അതോ വിദേശ രാജ്യങ്ങളാണോ കൂടുതലും നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്? നമ്മുടെ നാടാണ് നല്ലത്. വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് നമ്മുടെ നാടാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ പഠിച്ചാലേ പിള്ളേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്.
ഒരു കമ്പനികളാകട്ടെ ഒരു സ്ഥാപനങ്ങളാകട്ടെ സർക്കാർ ജോലിയോ പ്രൈവറ്റായിട്ടുള്ള ഒന്നുമില്ല കൊടുക്കാനും. സർക്കാർ ജോലി കൊടുക്കുന്നതൊക്കെ പരിമിതമായിട്ടുള്ള ജോലികളെ കൊടുക്കുന്നുള്ളൂ. എൻ്റെ പിള്ളേർ തന്നെ 3 പേര് ഉണ്ട്. എനിക്ക് 2 പിള്ളേർ BA കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞവരാണ്. അവർ PSC ഒക്കെ എഴുതുന്നുണ്ട്. ഇതുവരെ ഒരു ജോലി ആയിട്ടില്ല. അപ്പം അങ്ങനെ കൊടുക്കാനാണെങ്കിൽ കൊടുക്കത്തില്ല. എത്രയോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ഡിഗ്രി കഴിഞ്ഞ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു ജോലി ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു മോളുള്ളതാണേലും അവളും പഠിച്ചു കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിൽ പോയ ജോലി ചെയ്തത്, കോയമ്പത്തൂർ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ റിസൈൻ ചെയ്ത് 1 വർഷത്തെ ഇതും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലിക്കായിട്ട് കയറി. അത് ഇവിടെ പഠിച്ചാൽ ഇവിടെ ഒരു ജോലി സാധ്യതയില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ജോലി കൊടുക്കാൻ സർക്കാരിനായിട്ടുള്ള ഒന്നുമില്ല കൊടുക്കാൻ. അതായത് വിദേശത്തോട്ട് മറ്റുള്ള പിള്ളേരെല്ലാം പോകുന്നു. അതുകൊണ്ട് സാധാരണക്കാർ പിള്ളേർ പഠിച്ചാൽ വെളിയിലോട്ട് പോകാനുള്ള മാർഗ്ഗമില്ലല്ലോ. വലിയ പൈസ ഉള്ളവരൊക്കെ അല്ലേ വെളിയിലോട്ട് വിടുന്നത്. ഞങ്ങളെപ്പോലുള്ള സാധാരണ പാവങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിച്ചാൽ ഈ ഡിഗ്രി കഴിയും അല്ലെങ്കിൽ ഒരു MA കഴിയും, പോസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞാൽ PG ഒക്കെ കഴിഞ്ഞാലും ജോലിയൊന്നും കിട്ടുന്നില്ല. നമുക്കവിടെ നിർവാഹമില്ല, മുമ്പോട്ട് പഠിപ്പിക്കാനുമില്ല. അത്തരം വരെ പഠിപ്പിച്ചാലും ഒരു ജോലി കൊടുക്കാനും സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ നല്ല തലമുറ മൊത്തം വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ കഴിവ് മൊത്തം അന്യരാജ്യങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട, നമ്മുടെ നാട് നന്നാവേണ്ട പൈസ വിദേശത്തോട്ട് പോവുക അല്ലേ. വിദേശത്ത് രാജ്യം അവരവിടെ അങ്ങ് സെറ്റിലാകുക. ഇവിടെ വീടുകളൊക്കെ പണിതാണേലും കെട്ടിടങ്ങൾ പണിത് ചുമ്മാ ഇവിടെ കിടക്കുക. എന്ത് കെട്ടിടങ്ങളാണ് പണിതിട്ട് താമസക്കാരായിരിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് വീട് കിടക്കുന്ന പണിതിട്ടിരിക്കുന്നത്. ഇവിടെ താമസമില്ല. അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു വരുമ്പോൾ വീട് ഇങ്ങനെ കിടക്കുക പറമ്പ്. എന്നാ ചെയ്യും? ഓക്കെ, താങ്ക് യു ചേച്ചി. നല്ല പേരൊന്ന് പറയാവോ? എൻ്റെ പേര് സലിമാർ. ഇത് മോളി. എവിടെയാണ് സ്ഥലം? ആലപ്പുഴ. ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ പുതിയ തലമുറ നമ്മുടെ നാട്ടിലെ ജോലി തിരഞ്ഞെടുക്കാതെ അവർ വിദേശ രാജ്യങ്ങളിലോട്ട് ആണ് ജോലിക്ക് വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? പിന്നെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടാണോ വിദേശ രാജ്യങ്ങളാണോ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഇവിടെ ശരിയായിട്ട് തലപകഞ്ഞാലോചിച്ച് ജോലി ചെയ്ത് ജീവിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വളരെ വിദ്യാഭ്യാസം കുറവാണെങ്കിലും തരക്കേടില്ലാതെ ഇന്ന് വരെ ജോലി ചെയ്ത് കുടുംബം വളരെ ഭദ്രമായിട്ട് കൊണ്ടുപോകും. എനിക്ക് 2 ആൺപിള്ളേരും. എന്നാൽ തന്നെയും അവർക്ക് 2 പേർക്കും കുടുംബത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും അവർ ആശ്രയിക്കുന്ന മുഴുക്കും ഗൾഫിൽ പോകാം എന്നുള്ള രീതിയാണ്. അതിൽ മൂത്തവൻ ഗൾഫിൽ പോയി. അവിടെ പോയി 1 വർഷം കഴിഞ്ഞ് നരകയാതന അനുഭവിച്ച് തിരിച്ചു വന്നു. ഇപ്പോഴും വണ്ടി പ്രസ്ഥാനം, ഞങ്ങളുടെ മോട്ടോർ വാഹന പ്രസ്ഥാനം. തരക്കേടില്ലാതുള്ള അധ്വാനിച്ചാൽ ജീവിതം മുന്നോട്ട് പോകണം, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലവണ്ണം ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ലവണ്ണം ജീവിച്ച് പോകാം, മനസ്സിലായി. പക്ഷെ കിട്ടുന്ന പൈസ ദൂർത്തടിച്ച് കളഞ്ഞു വെച്ച് പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ അലഞ്ഞെറിഞ്ഞ് നടക്കുന്നവനാണെങ്കിൽ നടക്കത്തില്ല. കാര്യം നമ്മൾ കുറച്ച് സേവ് ചെയ്യാൻ പഠിക്കണം ആദ്യമേ, ഇല്ലേ? അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന നാളെ കിട്ടുക ഇല്ല. ചിലപ്പോൾ നാളെ അതിൽ കൂടുതൽ കിട്ടുന്നില്ല. അപ്പോഴും അതിൻ്റെ ഒരു വിഭാഗം, ഒരു കുറച്ച് പൈസ എങ്കിലും നമ്മൾ സേവ് ചെയ്തെങ്കിലും കിട്ടാത്ത ദിവസത്തിലേക്ക് കടന്നു ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. അന്ന് കിട്ടണം, അന്ന് തിന്നണം. പിറ്റേ ദിവസം പിന്നെ തെണ്ടി നടക്കുക. പിന്നെ ജോലി ചെയ്യാൻ മടി ഇവിടുത്തെ ഏറ്റവും. അതുകൊണ്ടാണ് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ നിന്ന് നോക്കൂല ഇവർക്ക് പ്രാധാന്യം. അതിന് ഏറ്റവും കൂടുതൽ ഇത് വെച്ച് കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്. രാഷ്ട്രീയം ഇല്ലെങ്കിൽ, ഇപ്പം അവൻ്റെ കൂടെ ആളില്ലെങ്കിൽ ഒറ്റയ്ക്ക് അവന് നയിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അവൻ അടങ്ങി ഒതുങ്ങി ജീവിക്കും. അതല്ല, അവൻ എന്ത് തെറ്റ് ചെയ്താലും രാഷ്ട്രീയക്കാരൻ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒരു 3-4 പിള്ളേരോട് കൂട്ടി നിന്നാൽ എന്താ പറ്റുക? ഇവൻ എന്ത് തോന്നിയ ദിവസം ചെയ്യാനുള്ള ഇതുണ്ടാവും. കാരണം ഒറ്റയ്ക്കാണെങ്കിൽ അവന് പിന്നെ ആരുമില്ല. അവന് കിട്ടുന്ന അടി അവൻ തന്നെ വാങ്ങിച്ചു പോകും. മറ്റേതല്ല, അടിക്കാൻ വേറെ പിള്ളേരുണ്ട് എന്ന്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം. പക്ഷേ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പിള്ളേർ ഇല്ലേ? അച്ഛനും അമ്മയും അനുസരിച്ച് ജീവിക്കുന്ന പിള്ളേർ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ തലമുറ കൂടുതലും അച്ഛനും അമ്മയെ അനുസരിക്കാത്ത ഒരു ജീവിത ശൈലിയാണ് അവർക്ക്. ഒന്നാമത്തെ കാര്യം, അവരുടെ ഈ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ മക്കളുമായിട്ട് കൂടുതൽ അടുപ്പം വേണം. അവർ വൈകിട്ട് ഇറങ്ങിയിട്ട് മക്കളുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുടുംബം ആ പശ്ചാത്തലമൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമേ പിന്നെ അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കും. ഇപ്പോഴുള്ള ഏത് അച്ഛനും അമ്മയും ഉണ്ട് ഈ പിന്നെ മക്കളെ ഇങ്ങനെ കൂട്ടത്തോടു കൂടി വിളിച്ചിരുത്തി, അല്ലെങ്കിൽ വൈകിട്ട് അടവാ ഇരിക്കാം എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ കഴിച്ച്
അവരുടെ സന്തോഷം, അവനുള്ള ദുഃഖവും, അത് വീട്ടിലുള്ള ദുഃഖം, അച്ഛനമ്മയ്ക്കുള്ള ദുഃഖം, ഇതിന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നത് യുവന്മാർ തമ്മിൽ പ്ലാൻ ചെയ്യുക. ഏതേ എന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. എന്നുവെച്ചാൽ എൻ്റെ മക്കൾ അങ്ങനത്തെ ഇതാണെന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ തന്നെ എന്നെങ്കിൽ മാത്രം ഈ പിള്ളേർക്കൊരു സെറ്റപ്പ് ഉണ്ടാകും. ഇതല്ലേ പിള്ളേർ ഇറങ്ങും വൈകുന്നേരം 11-12 മണിയാകുമ്പോൾ ഇവൻ എവിടെ പോകുന്നു വരുന്നതെന്നു പറയും. അതാണ് ഏറ്റവും വലിയ അച്ഛനമ്മയും. അപ്പോഴും കഥ തുറന്നിട്ടിട്ട് അച്ഛനമ്മയും നല്ലോണം ഉറങ്ങി ഇവൻ എവിടെ പോയിട്ട് വരുന്നത് എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയേണ്ട കാര്യമില്ല. നേരെ പറഞ്ഞാൽ അതല്ല, ഇത്ര സ്റ്റാർട്ടിങ് ഇത്ര മണിക്ക് നീ പൊക്കും, ഇത്ര മണിക്ക് വീട്ടിൽ കയറണം, മനസ്സിലായി, ഇത്ര മണിക്ക് കിടന്നിരിക്കണം എന്നൊരു റൂളൊക്കെ വെച്ച് ഓരോ മക്കളെയും അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കേരളത്തിൽ തന്നെ ജീവിച്ചു പോകാം. ഒരു സംശയം വേണം. നമ്മുടെ ഇവിടെ 1000 രൂപ മലയാളീസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ 500 രൂപ 600 രൂപ വാങ്ങിച്ച് നല്ല സുഖമായിട്ട് കഴിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് 1000 കിട്ടാനും തികയത്തില്ല. അതെങ്കിൽ കാര്യം എന്താ, ഇതേക്കണത് വൈകുന്നേരം എവിടെയെങ്കിലും ഇറങ്ങി എവിടെയെങ്കിലും എന്തെങ്കിലും വന്നെങ്കിൽ 2 എണ്ണം അടിച്ച്, അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി എവിടെയെങ്കിലും പോയി വീട്ടിലുള്ള ഭക്ഷണം വേണ്ട, വീട്ടിൽ വേവിച്ച് വെച്ചിരിക്കുക, പുറത്ത് പോയി ഉള്ള ഈ രോഗിയായിക്കൊണ്ടിരിക്കുക. ഇതാണ് അല്ലേ? ശരിയാണ്. ഏറ്റവും നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. സ്വന്തമായ കാര്യങ്ങൾ ഇതായിട്ട് പറഞ്ഞത്. കൂടുതലും പേര് പൈസയ്ക്ക് വേണ്ടിയാണ് അവർ പോകുന്നത്. നമ്മുടെ നാട് ഇല്ല അതിൻ്റെതായ ബെനിഫിറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അച്ഛൻ ബെനിഫിറ്റ് ഇല്ലാഞ്ഞിട്ടല്ലടാ അത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, ഇപ്പം അവർ പോയി അവിടുന്ന് 50,000 60,000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഈ അവിടുത്തെ ഭക്ഷണം മാത്രം അറിഞ്ഞാൽ മതി, ഇല്ലേ? അപ്പോൾ അത് അവർ കിട്ടുന്ന ബെനിഫിറ്റ്. നമ്മുടെ കുടുംബത്താണെങ്കിൽ ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരൊരു കല്യാണം വിളിച്ചു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ വിളിച്ചു, അപ്പോൾ അവിടെ 1000 500 ഒക്കെ കൊടുക്കണ്ടേ? അപ്പോൾ ഈ കിട്ടുന്ന ബെനിഫിറ്റിൽ നിന്ന് പോകുന്നു. മറ്റൊരാൾ അവിടെ നിന്ന് സ്വരുക്കൂട്ടിയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് അവൻ്റെ സുഖവും ദുഃഖമൊക്കെ അവിടെ വെറുതെ കളയുക. ദുഃഖമാണ് എല്ലാവർക്കും, അല്ലാതെ സുഖമെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മകൻ പോയിട്ട് വന്ന് അവന് ദുഃഖമായിരുന്നു അവിടെ. അവൻ ഞങ്ങൾ തിരിച്ച് വിളിച്ചതാണ്, മനസ്സിലായി? അപ്പോൾ ആ ഇതിൽ അവിടെ പോയി കഴിയുമ്പോൾ അവൻ്റെ ചിലവെന്നാണ്, അവൻ ആഹാരം, പിന്നെ ഇതൊക്കെ ലൈഫ് ഉണ്ട് ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു മുറിയിൽ ജോലി കഴിയുക, മുറിയിൽ കയറുക, അവിടെ ഇരുന്ന് അവരുടെ ഭക്ഷണം കഴിക്കുക, തിരിച്ച് വീണ്ടും ജോലിക്ക് പോവുക. നമ്മുടെ ഇവിടെ ആകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇതൊന്നും ഏതെങ്കിലും രീതിയിൽ പറയാൻ പറ്റുമോ നമുക്ക് ഇച്ചിരി സമയം കൊണ്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങും, ഇല്ലേ? പക്ഷെ അതുകൊണ്ട് അവരുടെ പൈസയുടെ മൂല്യം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ മൂല്യമല്ല. എന്ന് വെച്ചാൽ അവരുടെ സുഖവും ദുഃഖവും അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യും. നമ്മുടെ ഇവിടെ സുഖവും ദുഃഖതയെ കണ്ടത്. അപ്പം അവനും അമ്മയും കൂടെ ഇറങ്ങിയിരിക്കുക. എനിക്ക് 2 ആൺപിള്ളേരാണ്, അവരൊക്കെ കല്യാണം ചെയ്ത് ചെറുമക്കളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഞാൻ പറയുക, നമ്മളിങ്ങനെ അവരും ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഏത് ഇപ്പം വൈകുന്നേരം എല്ലാവരും 8-9 മണിയാകുമ്പോൾ എല്ലാവരും ഞങ്ങൾ നേരത്തെ പോവും, അവർക്ക് ഇത്. പക്ഷെ അതാണ് ആ പൈസയുടെ മൂല്യമല്ല. നമ്മുടെ ഇവിടുത്തെ പൈസയ്ക്ക് മൂല്യമുണ്ട്, പക്ഷേ എന്നെടുക്കാൻ കൈകാര്യം ചെയ്യാൻ അറിയാം, പൈസ കൈകാര്യം ചെയ്യാൻ അറിയാമേ എന്നുള്ള ഏറ്റവും കൂടുതൽ കൊണ്ട് കിട്ടുന്നതിൻ്റെ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം